കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മോളൊന്നും കാര്യാക്കണ്ട, ലീവൊക്കെ കിട്ടും കേട്ടാ. അവന്റെ ഈ സ്വഭാവം ഇങ്ങനെ ഒരു മുരടൻ സ്വഭാവമായി പോയി. അമ്മേ ആ ഇറങ്ങാം. പറഞ്ഞ കാര്യം മറക്കണ്ടേട്ടാ. എന്താ അമ്മേ ആ എന്നാ ശരി കേട്ടോ. ആടാ, ഇത് എത്ര പ്രാവശ്യമാണ്? ഹലോ അമ്മുമ്മേ, ഇത് നല്ല പൊക്കമുള്ള നല്ല വീടാ. ആ ഇവിടെ പശുക്കളും എല്ലാം ഉണ്ട്. എന്താ അമ്മമ്മേ, നമ്മള് സിനിമയിലൊക്കെ കാണത്തില്ലേ, അതുപോലത്തെ വലിയൊരു വീടായത്. പിന്നെ അമ്മമ്മയ്ക്ക് എന്നെ ഉണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഭക്ഷണമൊക്കെ കഴിച്ചോ? പിന്നെ കുഞ്ചു ഇങ്ങോട്ട് കേറി വന്നപ്പോളെ ഇവിടെ ഉള്ള ആൾക്കാര് പ്രേതം എന്നൊക്കെ കേറി വിളിച്ചു. ഹലോ അമ്മുമ്മ, ചുമ്മാ പറയണ നോണ നോണ. ഇല്ല അമ്മുമ്മ, ഇവിടെ താമരല്ലേ ഉണ്ട്. ആ അമ്മയോ? അമ്മ ഇവിടെ ഇല്ല, പുറത്ത് എന്താണ്? ആ ഞാൻ കാണുമ്പോ പറയാമേ. ആരോടാണ് ഈ സംസാരിക്കുന്നേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോൺ എടുത്ത് കളിക്കരുതെന്ന്. ഹലോ, ആ അമ്മേ. ആ എന്നാ ഉണ്ട് വിശേഷം? ആ ഞങ്ങൾക്കിവിടെ സുഖ. പിന്നെ വലിയ കാര്യമാണ് ഞങ്ങളെ. ആ അമ്മയ്ക്ക് സുഖാണോ? ആ കുഞ്ഞമ്മ എന്ത് പറയുന്നു? കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ വേഗം തന്നെ വരാമേ. എനിക്കാണെങ്കിൽ അമ്മയെ കാണാഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ചില സമയത്ത് ഭയങ്കര വിഷമാവും. ഏയ് വികൃതിയൊന്നുമില്ല, രണ്ടുപേരും നല്ല പിള്ളേരായിട്ടുണ്ട് ഇവിടെ. ആ ശരി അമ്മേ, ഞാൻ വിളിച്ചോളാം. അമ്മ ഞാൻ തിരിച്ചു വിളിക്കാമേ. ആ വരും അമ്മേ. ആരായിരുന്നു മോളെ? അമ്മയായിരുന്നു. ആ എനിക്ക് തോന്നി. ഇത്രയും കാലം നിങ്ങളവിടെ ഒന്നിച്ച് നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നപ്പോ വിഷമമുണ്ടാവും അല്ലേ? ആ ഇനിയിപ്പോ മോൾക്ക് ജോലിയും തിരക്കൊക്കെ ആയി കഴിയുമ്പോ വിഷമൊക്കെ അങ്ങോട്ട് മാറിക്കോളും. മക്കളെ, ഈ വീടും ഞങ്ങളെയൊക്കെ ഇഷ്ടായാ? ഇഷ്ടായി അമ്മമ്മേ. കുഞ്ചുവിന് ഇഷ്ടായാ? ഇഷ്ടായില്ല. അയ്യോ, അതെന്താ ഇഷ്ടാവാത്ത? ഈ അമ്മയില്ലേ, അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ സമ്മതിക്കത്തില്ല. അച്ഛനോ? അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ? അത് പിള്ളേരുടെ അച്ഛന്റെ വീട് ഏകദേശം ഇതുപോലെയാ. അപ്പൊ ചെറുതിലെ ഇവര് കണ്ടതാ വീടൊക്കെ. ഇപ്പൊ പെട്ടെന്ന് അവർക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ അച്ഛനെ ഓർമ്മ വന്നു. ഇപ്പൊ പറയുന്നുണ്ട് അച്ഛനെ കാണണം, അച്ഛന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്. അതായിരിക്കും. പാവം കുട്ടി. അമ്മ ഞാനൊന്ന് അങ്ങോട്ടേക്ക് വരാം. ഞാൻ അടുക്കളയിൽ. ശരി ശരി. അച്ഛനെ ഓർമ്മ വന്നിട്ടാവും പാവം. ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ, രണ്ടുപേരോടും 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛന്ന് പറയരുതെന്ന്. അതിന് ഞാനല്ലല്ലോ അമ്മ അച്ഛാന്ന് വിളിച്ചത്, കുഞ്ചു അല്ലേ? ഞാനല്ല, ചേച്ചിയല്ലേ. ദേ കുഞ്ചു മയങ്ങല്ലേ. ഇനി നീ അച്ഛന്ന് പറയോ? പറയും. അച്ഛന്ന് പറയോന്ന്? പറയും. ഇനി നീ അച്ഛന്ന് പറയോ? ഇല്ല. ആ ഇനി എങ്ങാനും നീ അച്ഛന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി നിന്നെ തനിച്ച് വീടിന്റെ വെളിയിൽ ഇറക്കി നിർത്തും, നോക്കിക്കോ. പറയല്ലട്ടാ. ഇനി അച്ഛന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാലേ 3 പേരും വേഗം ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും കേട്ടാ. എന്നിട്ട് വാടാ. വന്നോളൂ. വിഷമായോ? ദേഷ്യപ്പെട്ടമ്മ വിഷമായോ? ഇനി വിളിക്കുമോ? ഉറപ്പല്ലേ? അപ്പൊ എങ്ങനെ വിളിക്കണം? അങ്കിൾ. അപ്പൊ ദേവിക ഇവിടെ വന്ന് കയറിയതിന് ശേഷം പലവർക്കും പലതും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയെന്ന് ചുരുക്കം അല്ലേ? ആ അങ്ങനെ പറയാം. എന്റെ മനസ്സ് കണ്ട് ചെയ്യണ പോലെയാ. എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തോളും. ഓരോ കുടുംബത്തെ ശീലങ്ങളാണേ.
പക്ഷേ ഷാഹിൻ അങ്ങനെയല്ല. എന്തിന് ഇനി അതിന്റെ നേരെ പരദൂഷണം പറയാൻ നിൽക്കുന്നത്? അത് ചെറിയ കുട്ടിയല്ലേ. ആ ചെറിയ കുട്ടിയാന്ന് പറഞ്ഞിട്ട് ചില നേരത്തെ സ്വഭാവം കാണുമ്പോ എനിക്ക് അങ്ങോട്ട് കലി വരും. ചേച്ചി എന്താ ഈ സീരിയലിലെ മായമാരുടെ പോലെ അങ്ങനെ പെരുമാറണേ? ഇത് ഭംഗി വെറുതെ ഓരോ ജാതി വർത്താനം പറയരുത്. അല്ല, ചില സമയത്തുള്ള സ്വഭാവം കാണുമ്പോ ഞാനിവിടെ ആരോടും അമ്മായിമത്തരം ഒന്നും എടുക്കാറില്ല. പിന്നെ പെൺകുട്ടികളുടെ അടികൊണ്ട് ചാവാണ്ട് നോക്കിയോ? ഞാൻ പറഞ്ഞില്ല. എന്നത്തെല്ലാം കൂടെ വരട്ടെ. ആരാ വരുന്നതെന്ന് എനിക്കൊന്ന് കാണണം. പിന്നെ രണ്ടിനും രണ്ടായിട്ടൊന്നും കാണണ്ട, രണ്ടുപേർക്കും ഒരേ സ്ഥാനം തന്നെ. അതെങ്ങനെ? അല്ല, രണ്ടും പെൺകുട്ടികളല്ലേ, അപ്പൊ അവർക്ക് അവരുടെ ഒരു സ്വഭാവം അനുസരിച്ചിട്ടേ ഒരേപോലുള്ള സ്വഭാവമായിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു പരിഗണന രണ്ടു കൂട്ടർക്കും കൊടുക്കണത് നല്ലതാണെന്ന് പറയാ. പെണ്ണുങ്ങളല്ലേ. പങ്കിയെ ചില നേരത്തെ നിന്റെ വർത്താനം ഉണ്ടല്ലോ, ഒരു എത്തും പൊത്തൂല്ല, എനിക്കൊന്നും മനസ്സിലാവില്ല. അതെ, എന്താണോ ചില സമയത്ത് അറിയാണ്ട് ഇതായി പോകും. ഹലോ, ഇതെവിടെ പോണ്? എങ്ങോട്ട് പോകുന്നതെന്ന്? ഞാൻ ഒരു സ്വല്പം എഴുത്തില്ല. വെല്ലമിട്ട ആ മുറി മുഴുവൻ പേപ്പർ ചുരുട്ടി കൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടാ. നിങ്ങൾ പിന്നെയും തുടങ്ങിയാ? വീണ്ടും തുടങ്ങിയടി. എന്റെ ഭാവന ഞാൻ വീണ്ടും പൊടി തട്ടിയെടുത്തു. എനിക്കിനി എഴുതണം, എനിക്കിനി എഴുതിക്കൊണ്ടേയിരിക്കണം. എഴുതണം അളിയാ, അത് എഴുതണം. ഇനി എഴുത്ത് നിർത്തേണ്ട കാര്യമില്ല. പക്ഷെ ഉണ്ടല്ലോ, ഈ വീട്ടിലുള്ള ഒരാൾക്കും അളിയന്റെ കഥ ഇനി വായിച്ച് കേൾപ്പിച്ച് കൊടുക്കരുത്. അങ്ങനെ ഒരു കഥ കേൾക്കണ്ട. ഇല്ലടിയാ, ഇനി ആരെയും വായിച്ച് കേൾപ്പിക്കത്തില്ല. നിന്നെ മാത്രം ഞാൻ വായിച്ച് കേൾപ്പിക്കും. അയ്യോ, അല്ല ബലമേട്ടാ, ഈ വയസ്സുകാലത്ത് നിങ്ങൾക്ക് ഇപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ? കലയ്ക്ക് വാർദ്ധക്യമില്ല, മനുഷ്യർക്ക് മാത്രമേ വാർദ്ധക്യമുള്ളൂ. ഇല്ലളിയാ, എനിക്ക് ഇപ്പോഴും വായനക്കാരുണ്ട്. ആരാന്നോ? എടി, നിന്നെക്കാളും വിവരവും വിദ്യാഭ്യാസമുള്ള ഉദ്യോഗസ്ഥയായ ദേവിക എന്റെ എഴുത്തിന്റെ ആരാധികയാടി. എന്തായാലും ചെറുപ്പക്കാർ രണ്ടുപേരും ഇവിടെ ഇരുന്നിട്ടേ കഥ എഴുതുക വായിക്കുക എന്താണെന്ന് ചെയ്യും. ഞാൻ പോട്ടെ കേട്ടോ. അയ്യോ, ഒന്നുമില്ല അളിയാ, ഞാനേ അല്ല, ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ടാ. ഇരിക്കും. ബലരാമേട്ടാ, ഇനി ഒന്നേ ഇവിടെ വന്നിരിക്കും, ഒരു കാര്യം പറയട്ടെ. അവളിവിടെ വീട്ടുജോലിക്ക് വന്നതല്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാ. നിങ്ങൾ ഈ കഥാ നോവൽ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും അതിന്റെ പിന്നാലെ കിടന്ന് ശല്യം ചെയ്യരുത് കേട്ടോ. ഒക്കെ മോശമാ. ഇവിടെ ബാക്കിയുള്ളവർ സഹിക്കുന്ന പോലെ മറ്റുള്ളവർ സഹിക്കൂല, അത് ഓർക്കണം. നല്ലപോലെ ഇളക്ക് കുഞ്ചു. നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു ചേച്ചി. ആയോ ചേച്ചി? കുറച്ചുകൂടെ ഞാൻ ചെയ്യാം. ഒത്തിരി നേരമായില്ലേ കുഞ്ചു ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്താ കുഞ്ചും ആളും കൂടി കാണിക്കണേ? പശുവിനെ പായസം ഉണ്ടാക്കുക. ആണോ? പുണ്യമാവന് സന്തോഷായി. എന്താറിയോ, ഈ വീട്ടിൽ ഇതുവരെ ഒരാളും പുണ്യമാവനെ സഹായിച്ചിട്ടില്ല പശുവിന് കാടികൾ ഉണ്ടാക്കാൻ. മക്കൾക്ക് തോന്നിയല്ലോ. ആഹാ, മിടുക്കന്മാര്. മതി കളിക്കുന്നത് മതി. നോക്കട്ടെ, പാകായി നോക്കട്ടെ. അല്ല, ഇത് എന്താ മണ്ണിട്ടാ കളിക്കിരിക്കണേ? പുല്ലും ഉണ്ട് അതിനകത്ത്. മണ്ണും പുല്ലുവാ? കുറച്ച് മുളക് പൊടിയും കൂടി ഇടണം. കുറച്ച് കുരുമുളകിന്റെ പൊടി ഇട്ട് വന്നാല് എന്നിട്ടാ പശുവിന് കൊടുക്ക തിന്നാൻ. വാ, അതിനെന്താ പശു തിന്നാല്? എന്താ തിന്നായിരുന്നോ? ഒരു പാത്രത്തിലേ കുറച്ച് ചളിയും പുല്ലും മുളക് പൊടി ഇട്ടാ നീ തിന്നുവോ? നീ തിന്നോടാ? ഇല്ല. എന്താ തിന്നാത്തെ? അതുപോലെ തന്നെയാണ് പശുക്കള്, അവറ്റക്കൊന്നും ഇഷ്ടമല്ല. ആഹാ, മൃഗങ്ങളെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്ക. ഇനി ഇങ്ങനെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാണ്ടല്ലോ വടിയെടുത്ത് അടിക്കും ഞാൻ രണ്ടിന് കേട്ടാ. അടിക്കോ? അടിക്കും. ശരിക്കും അടിക്കോ? ശരിക്കും അടിക്കും. എങ്ങനെ അച്ഛനോട് പറഞ്ഞു കൊടുക്കും? പറഞ്ഞു കൊടുക്ക്. ചേച്ചി വീട് ചേച്ചി, ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. നീ വന്നേ. അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്ന? ഏതച്ഛൻ? കുട്ടിയൊക്കെ അച്ഛനില്ലല്ലോ.
അച്ഛനും ഓർത്തായിരിക്കും പാങ്ങള്. ഓരോരോ പണി ഉണ്ടാക്കി വെക്കുന്നതാണ് എനിക്ക്. ഭയങ്കര പരിപാടിയിലാണല്ലോ രാവിലെ. ചേച്ചിയോ? കൊറേ ഉണ്ടോ ഇവിടെ വാഴ? കൊറേ ഉണ്ടോന്ന് ചോദിച്ചാ കൊറേ ഇല്ല, കൊറച്ചുണ്ട്. ആണോ? ഇതൊക്കെ ആരെയും നോക്കുന്നേ? അപ്പുണ്ണിയേട്ടൻ. അപ്പുണ്ണിയേട്ടൻ ഇതെല്ലാം നോക്കി നടത്തുന്നേ. ആനന്ദ സാർ ഒന്നും ചെയ്യത്തില്ലേ? ആനന്ദൻ സാറിന് വേറെ പണിയില്ലേ? പിന്നെ എവിടെയാ സമയം ഇരിക്കുന്നേ? തേനുണ്ടോ അതിനകത്ത്? ഉണ്ടല്ലോ, വേണോ? ആ നോക്കട്ടെ. ഞാനേ ഇത് പിള്ളേർക്ക് വേണ്ടി പഠിച്ചതാ. പിള്ളേരെ ഭയങ്കര ഇഷ്ടല്ലേ ഷാഹിനിക്ക്? പിന്നെ പിള്ളേരെ ആർക്കും ഇഷ്ടമില്ലാത്ത? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി ഷാഹിനയുടെ? 3 മാസം. 3 മാസം. കുഞ്ഞൊന്നും വേണ്ടേ? ഓ ചേച്ചി, അയ്യോ അപ്പത്തേക്കും എന്തൊരു താണായി നോക്കി. അമ്മളിക്കൂട്ടർ എത്ര വയസ്സുണ്ട്? 33 വയസ്സുണ്ട്. ആണോ? എന്നാ പിന്നെന്താ നോക്കാത്തത്? ഇത്ര സമയമായില്ലേ? അതേ, സ്വന്തം കാലിൽ നിന്നിട്ട് മതി പിള്ളേരൊക്കെ എന്നാ അമ്പിളിക്ക പറയുന്നത്. സ്വന്തം കാലിൽ നിന്നിട്ട് സ്വന്തം കാലിലൊക്കെ നടക്കുന്ന വഴി നിക്കാം. കുഞ്ഞുങ്ങളൊക്കെ ഒരു സമയത്ത് തന്നെ ഉണ്ടാവണമെന്നേ. 33 വയസ്സ് തന്നെ ഒത്തിരി കൂടുതലാ. ആദ്യത്തെ കുഞ്ഞ് 33 വയസ്സിനകത്ത് വേണമെന്നാണ് ഈ അമ്മമാരൊക്കെ പറയുന്നത്. ആണോ? പിന്നെ ഇപ്പൊ തന്നെ ഒത്തിരി വൈകിയില്ലേ? ഇനി പിള്ളേരൊക്കെ ഉണ്ടായി വലുതായി വരുമ്പോഴത്തേനും നിങ്ങൾ അപ്പൂപ്പനും അമ്മൂമ്മയായി പോട്ടോ. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ ഈ കൊട്ടിലപ്പാട്ട് തറവാടുകാരെ പല കാര്യത്തിലും ലേറ്റാ. അത് ശരിയാ, പല കാര്യത്തിലും ലേറ്റാ. അതുകൊണ്ടാണല്ലോ ചേട്ടന്മാര് രണ്ടുപേരും നിക്കുമ്പത്തേനും ഇളയ അമ്പിളിക്കുട്ടൻ കല്യാണം കഴിച്ചത്. ഒന്ന് പോ ചേച്ചി. പക്ഷേ അതിലൊരു കാര്യം തിരുത്തുണ്ട്. എന്താ? അമ്പിളിക്ക എന്നെ കെട്ടിയെന്നല്ല, ഞാൻ അമ്പിളിക്കനെ കെട്ടിയെന്നാണ് പറയാൻ. അല്ലേലേ അമ്മ ഇപ്പോഴും ആലോചനയായിട്ട് നടന്നേനെ. മിടുക്കി. ചേച്ചി, പിള്ളേർക്ക് സപ്പോർട്ട് ഇഷ്ടമാണോ? ഇഷ്ടാണല്ലോ. എന്ന് ഞാൻ നോക്കട്ടെ. പാകായോ എന്തോ? അതെ, ഇപ്പോഴിവിടെ കല്യാണാലോചനകൾ കിടക്കുന്നുണ്ടോ? അല്ല, ഇപ്പോഴിവിടെ കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ടോന്ന്? പിന്നെ വരാറുണ്ടോന്നോ? എത്ര കല്യാണാലോചന വരുന്നേ. നമ്മുടെ അപ്പുണ്ണിയേട്ടന് തന്നെ കൊറേ വരാറുണ്ട്. ഈ ആനന്ദൻ സാറിന് കല്യാണാലോചനകൾ വരുന്നുണ്ടോ? ആനന്ദേട്ടനും വരാറുണ്ടല്ലോ. എന്നിട്ട് ആനന്ദൻ സാർ എന്താ പറയാറ്? ആനന്ദേട്ടന് എന്തോ താല്പര്യമില്ല. അച്ഛനും അമ്മയും കാണിക്കുന്ന പെൺപിള്ളാരൊന്നും ഇഷ്ടപ്പെടാറുമില്ല. അതെന്താ അങ്ങനെ? അതിനൊരു കാരണമൊക്കെ ഉണ്ട്. എന്ത് കാരണം? എന്താ കാരണം? അതൊന്നും ഞാൻ പറയില്ല. അങ്ങനെ പറയല്ലേ, പറ. വേണ്ട, ഞാൻ പറഞ്ഞിട്ട് വേണം. ഞാൻ പരദൂഷണകാരിയാ നിങ്ങക്ക് പറയാൻ. ഞാൻ അങ്ങനെ പറയാനോ? തങ്കക്കുടം പോലത്തെ മോളെ പറ്റിട്ട് എന്താ കാരണം എന്ന് പറ. ഞാൻ പറഞ്ഞ ആരോടെങ്കിലും പറയോ? ആരോടും പറയത്തില്ല. മോള് പറ. ഉറപ്പാ? നമ്മുടെ അനന്തേട്ടനെ ഒരു ലൈനുണ്ട്. അല്ല, ആ അനന്തേട്ടനെ ഒരാളെ ഇഷ്ട. ആരെ? ചേച്ചിക്ക് അറിയാവുന്ന ഒരാളാ. എനിക്കറിയാവുന്ന ആളോ? അതാരാ? ആരോടും പറയില്ലല്ലോ അല്ലേ? ഇല്ല. നമ്മുടെ ഇവിടെ പാല് മേടിക്കാൻ വരുന്ന കുമാരി ചേച്ചി. കുമാരിയോ? ഹാ, ഞാനേ പോയിട്ട് ഇത് പറിച്ചു തരാവേ. ഇത് മേടിച്ചേ വരാവേ. എന്നെ പറ്റിക്കുവായിരുന്നു ഇത്രയും നാളും. അങ്ങനെ ചെയ്യത്തില്ല. മോളെ, നീ എന്താ സ്വപ്നം കണ്ടെക്ക? ഇല്ലമ്മേ,
ഇതൊക്കെ എന്റെ സെറ്റുമുണ്ടല്ലേ, ഇതൊക്കെ എന്തിനെടുത്ത? ഞാൻ തിരുമ്പിടൂല്ലേ? അമ്മ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കണ്ട. വീട്ടിലാണ് അമ്മയുടെ എന്റെയൊക്കെ ഡ്രസ്സ് ഞാൻ തന്നെയല്ലേ കഴുകിയിടുന്നത്. എന്നാലും വേണ്ടായിരുന്നു മോളെ. അമ്മ എന്നെ വേറിട്ട് കാണുന്നുണ്ടാ. അമ്മയുടെ മോളായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കിയേ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ അപ്പോ? എന്നാലും നിന്നെ പറ്റി ഓർക്കുമ്പോഴേ സത്യത്തിൽ എനിക്ക് ഭയങ്കര അതിശയം തോന്നുക. അതെന്താ? അല്ല, ഇപ്പോഴത്തെ കാലത്ത് മക്കള് അച്ഛനമ്മമാര് വയസ്സാകുമ്പോ അവരെ വല്ല അനാഥാലയത്തിലും കൊണ്ടിടാനാ നോക്കുക. പക്ഷെ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കണ്ടല്ലോ എന്ന് പറയുമ്പോ എനിക്ക് അതിശയ. എന്റെ അമ്മ നാളെ ഒരിക്കൽ ഞാനും അമ്മയെ പോലെ പ്രായമാവേണ്ടതല്ലേ. എന്റെ അമ്മ എപ്പോഴും പറയും, ഈ പഴുത്തല വീഴുന്ന സമയത്തെ പച്ചില ചിരിക്കുമെന്ന്. പച്ചില അറിയുന്നില്ലല്ലോ നാളെ പഴുത്തലെ പോലെ തന്നെ വീഴേണ്ടതാണെന്ന്. ഓ, ഇതൊക്കെ അറിയാല്ലേ? പിന്നെ ഇതൊക്കെ എനിക്ക് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അമ്മ വേറെ ആരുടെയും ഡ്രസ്സ് ഉണ്ടോ നനയ്ക്കാൻ? അപ്പുണ്ണിയുടെയോ അമ്പിളിയുടെയോ അനന്തൻ സാറിന്റെയോ? ഒന്നുമില്ല. ആ കുമാരിയെ, നീ പാല് കൊണ്ടുപോയാ? പാല് ഞാൻ രാവിലെ കൊണ്ടുപോയി. അതെ, വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോ ഇങ്ങോട്ട് വന്നതാ. ഇവിടെ വന്ന ഒരു പോസിറ്റീവ് എനർജി ആണല്ലോ. പോസിറ്റീവ് എനർജിയാ? എന്ത് പോസിറ്റീവ് എനർജി? അമ്മയെ കാണുന്നത്. ഓ മോളെ, എന്നെ സോപ്പിടാൻ പറയണത് അവള്. മനസ്സിലായി. സത്യല്ലേ ചേച്ചി? പിന്നെ അപ്പൊ നിങ്ങൾ രണ്ടാളും കൂടി ഒന്ന് വർത്താനം പറയും. എനിക്ക് അകത്ത് കുറച്ച് പണിയുണ്ട്. ശരി മോളെ. ശരി. അമ്മയ്ക്ക് ചേച്ചിനെ നല്ല ഇഷ്ടപ്പെട്ടു തോന്നണു. അതെ. കുമാരി ഇരിക്കെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാലോ. അലക്കണ്ടേ? അത് അലക്കിക്കോളാം ഞാൻ. ഇരിക്കെ കുമാരി, ഇരിക്കെ. ഇരിക്കട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ചേച്ചിക്ക് ഇതെന്താ? അല്ല, സുഖാണോ എന്ന് ചോദിച്ചതാ ഞാൻ. സുഖാണ്. ആണോ? സുഖാണല്ലേ. ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വിഷമാവോ? എന്താ? ഈ കാലിന്റെ മേലടിക്ക് ചെറുതിലെ മുതലുണ്ടോ? അതാണോ? അതെനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടേ കാലിങ്ങനെ തന്നെയാ. ആണോ? അതിന് ചേച്ചി എന്തിനാ വിഷമിക്കണേ? അല്ല, എനിക്ക് അതിലൊരു വിഷമവും ഇല്ല. പിന്നെ ഇതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ഇപ്പൊ ചേച്ചി, ഞാൻ ആലോചിക്കണം എന്താ അറിയോ, ഇതിനെക്കാട്ടിലും ബുദ്ധിമുട്ടുന്ന എത്രയോ മനുഷ്യരുണ്ട്. അവരൊക്കെ ജീവിക്കണില്ലേ? എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഞാൻ ജീവിതത്തിൽ ജയിക്കുന്നു. ഭയങ്കര ആത്മവിശ്വാസമാണല്ലോ നിനക്ക്. പിന്നല്ലേ. ചേച്ചിക്ക് ഒരു കാര്യം അറിയോ? എന്താ? ചെറുതിലേ തൊട്ട് എനിക്കൊരു സ്വഭാവമുണ്ട്. എന്ത് സ്വഭാവം? എന്ത് കാര്യം ആഗ്രഹിച്ചാലും അത് ഞാൻ നേടിയെടുക്കും. നേടിയിരിക്കും ഞാൻ. ആണല്ലേ? ആ. ഓ, കല്യാണാലോചനകളൊന്നും വരുന്നില്ലേ? ഓ, അത് വരുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഒരെണ്ണം വന്നു. ആണോ? അത് മുടങ്ങി. മുടങ്ങിപ്പോയോ? അതിന് ചേച്ചി എന്തിനാ വിഷമിക്കണേ? അല്ല, കല്യാണല്ലേ, മുടങ്ങിപ്പോയോന്ന്. ഓ, അത് മുടങ്ങിയത് നന്നായിന്നാ ഇപ്പൊ എനിക്ക് തോന്നണേ. അതെന്താ? അതിനെക്കാട്ടിലും നല്ലൊരു ചെറുക്കനെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അത് മുടങ്ങിയത്. എന്നുവെച്ചാ എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾ. അങ്ങനെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ചേച്ചി അവിടെ ഞാൻ പോ. എന്തിനാ നമുക്ക് ഇത്ര നാണം? അകത്തോട്ട് നോക്കിയാണല്ലോ നാണിച്ചത്. അയ്യോ, അപ്പൊ അവള് പറഞ്ഞൊക്കെ സത്യമാണോ? അനന്തേട്ടനും കുമാരിയും തമ്മിലപ്പോ പ്രേമാണോ? അപ്പൊ ഞാനാണ് രണ്ടു മക്കളും. എന്നെ പച്ചക്കരുതല്ല അനന്തേട്ട, കൊള്ളക്കാമ്പോ. പയ്യവശന്ന് കരഞ്ഞാല് ആര് കൊടുക്കും പാല്? ആനപ്പാലിൻ നിറമെന്ത് ആനയെപ്പോലെ കറുപ്പാണോ? പയ്യവശന്ന് കരഞ്ഞാല് ആര് കൊടുക്കും പാല്? പയ്യവശന്ന് കരഞ്ഞാല്
ആന കൊടുക്കും പാല് പയ്യ വിശന്ന് കരഞ്ഞാല് ആര് കൊടുക്കും പാല് പയ്യ വിശന്ന് കരഞ്ഞാല് ആന കൊടുക്കും പാല് ആനപ്പാലിൻ നിറമെന്ത് ആനയെപ്പോലെ കറുപ്പ. ആ ഈ പശുവിനെ എന്തിനെന്നും കുളിപ്പിക്കണേ? എടാ നീ എന്നും കുളിക്കാറില്ലേ? ആ അപ്പൊ അതുപോലെ പശു എന്നും കുളിക്കണം, വൃത്തിയായിട്ടിരിക്കണം, അല്ലെങ്കിൽ സൂക്കേട് വരും, അസുഖം. അല്ല ഈ പശുവിന് എത്ര നിറമുണ്ട്? പശുവിനോ? പശുവിന് എത്ര നിറമുണ്ട്? ഇത് കണ്ടോ, ഇതിപ്പോ കറുപ്പും വെള്ളയും പശുവാ. കറുപ്പും വെള്ളയുണ്ട്, കറുപ്പ് മാത്രമായിട്ടുള്ള പശുണ്ട്, വെള്ള മാത്രമായിട്ടുള്ള പശുണ്ട്, പിന്നെ തവിട്ട് നിറമുണ്ട്, പിന്നെ കാപ്പി കളറുണ്ട്, അങ്ങനെ കുറെ കളറിലുണ്ട്. പക്ഷെ ഏത് കളറിലെ പശുവാണെങ്കിലേ പാല് വെളുത്തിട്ടായിരിക്കും കേട്ടോ. പരിശുദ്ധിയുടെ നിറം വെള്ളയാ. മാമാ, മഴവില്ലിന്റെ നിറത്തിലുള്ള പശു ഉണ്ടോ? മഴവില്ലിന്റെ നിറത്തിലോ? 7 നിറത്തിലോ? അങ്ങനെ പശുവൊന്നുമില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എവിടുന്ന് കണ്ട്? ടിവിയില്. ശരിക്കും?